أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين كفروا وصدوا عن سبيل الله أضل أعمالهم والذين آمنوا وعملوا الصالحات وآمنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم وأصلح بالهم ذلك بأن الذين كفروا اتبعوا الباطل وأن الذين آمنوا اتبعوا الحق من ربهم كذلك يضرب الله للناس أمثالهم فإذا لقيتم الذين كفروا فضرب الرقاب حتى إذا أثخنتموهم فشدوا الوثاق فإما منا بعد وإما فداء حتى تضع الحرب أوزارها ذلك ولو يشاء الله لانتصر منهم ولكن ليبلو بعضكم ببعض والذين قتلوا في سبيل الله فلن. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള മുജാഹിദ് പ്രവർത്തകരെ, വേദിയിലും സദസ്സിലുമുള്ള സലഫി പ്രസ്ഥാനത്തിൻ്റെ കർമ്മധീരരായ അനുഭാവികളെ, പ്രവർത്തകരെ, ഈ വാക്കുകൾ ശ്രദ്ധിക്കാനെത്തിയിട്ടുള്ള മറ്റു സംഘടനാ അനുഭാവികളെ, പ്രവർത്തകരെ, നാട്ടുകാരെ, ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു വിശദീകരണ യോഗത്തിന് ഇവിടെ കളമൊരുങ്ങിയിരിക്കുകയാണ്. എന്തുകൊണ്ടിങ്ങനെ ഒരു യോഗം സംഘടിപ്പിക്കേണ്ടി വന്നുവെന്ന് സ്വാഗതത്തിലും ഉദ്ഘാടനത്തിലും നിങ്ങൾ കേട്ടുകഴിഞ്ഞു. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരീക്ഷണത്തിൻ്റെ നാളാണ്. ഒരുപാട് ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിലെ നിലവിലുള്ള പ്രശ്നങ്ങളെ മുതലെടുക്കാൻ കാത്തിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുന്നു, അനാവശ്യമായ ചർച്ചകൾ, മനുഷ്യനുമായി ബന്ധമില്ലാത്ത ജിന്നുകളെ കുറിച്ച് ചർച്ച ചെയ്ത് വെറുതെ അന്തരീക്ഷം മലീമസമാക്കുന്നു. അവർ പണ്ടേ നമ്മളെ കുറിച്ച് പറയല്, നമ്മൾ ആവശ്യമുള്ളതൊന്നും ചർച്ച ചെയ്യലില്ല, ശാഖാപരവും നിസ്സാരവുമായ കാര്യങ്ങളിൽ തലതല്ലിക്കീറി ഐക്യം തകർക്കുന്നവരാണെന്നാണ്. അതുകൊണ്ട് അവരെ നമുക്ക് വിടാം. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ മതരംഗത്തുനിന്ന് വിടുകയും ചെയ്തു, രാഷ്ട്രീയത്തിക്കോട്ട് എത്തിയതുമില്ല. അതിന്റെ ഒരു വിഷമത്തിൽ വെൽഫെയർ പാർട്ടി ഉണ്ടാക്കിയിട്ട് വല്ല വെൽഫെയറും കിട്ടുമോ നോക്കി, അതും കിട്ടിയില്ല. അതിന്റെ വിഷമത്തിലാണ്. അവരെ നമുക്ക് തൽക്കാലം വിട്ടുകളയാം. പിന്നെയുള്ളത് ഇവിടുത്തെ മടവൂരികളാണ്. അവർ പറയുന്നു, ഞങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പോൾ പുലർന്നില്ലേ? ആർക്ക് മനസ്സിലായി? മുജാഹിദുകളിൽ ഭൂരിഭാഗവും പറയുന്നു, നിങ്ങൾ പറഞ്ഞ ആ കളവ് ഇപ്പൊ ഞങ്ങളെ കൂട്ടത്തിൽ ചില ആളുകളും ഏറ്റെടുത്തു എന്നല്ലാതെ എന്താ ഇവിടെ പുലർന്നത്? മടവൂരിസം മണ്ടയിൽ കൊണ്ടു നടന്ന
തടി കേയന്നമ്മും മനസ്സ് മടവൂരിയുമായ കുറെ ആളുകൾ ഇതിലുണ്ടായിരുന്നു. അതിപ്പോ പുറത്തു വന്നു എന്നല്ലാതെ നിങ്ങൾക്ക് ഞെളിയാൻ ഒന്നുമില്ല. പിന്നെ ഖുബൂരികളുടെ കാര്യം എപിയും മീഖയും ഒക്കെ മത്സരിച്ച് പറയുന്നു, മുജാഹിദുകളുടെ തൗഹീദ് തകർന്നു കഴിഞ്ഞു, ഇനി അവർക്ക് തൗഹീദ് പറയാൻ അവകാശമില്ല, ഇനി അവർക്ക് സമസ്തയിൽ ലയിക്കുന്നതാണ് നല്ലത്. അത് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞതല്ല, 2002 പറഞ്ഞതാണ്. തൗഹീദിന്റെ യാഥാർത്ഥ്യം എന്ന പേരിൽ അതാ ചന്ദ്രികയിൽ അമ്പലക്കടവൻ ലേഖനം എഴുതി. ജിന്നും മലക്കും ഒക്കെ അഭൗതിക സൃഷ്ടിയാണെന്ന് അംഗീകരിച്ച് അവരുടെ അഭൗതിക സ്വാധീനം അംഗീകരിച്ചതോടുകൂടി നിങ്ങളെ തൗഹീദ് പൊളിഞ്ഞില്ലേ? അഭൗതികമായി സഹായിക്കാൻ, അഭൗതികമായി ഉപദ്രവിക്കാൻ അല്ലാഹുവിനല്ലാതെ കഴിയില്ലെന്നല്ലേ ഇത്രകാലം നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾ മറുപടി കൊടുത്തു, ഇല്ല, അഭൗതികമായി ആർക്കും ഒരു കഴിവുമില്ല. നിങ്ങൾ പറയുന്ന ബദരീങ്ങൾക്കും മൊഹ്യദ്ദീൻ ശൈഖിനും മരിച്ച മഹാന്മാർക്കും ഔലിയാക്കൾക്കും അഭൗതികമായി ലോകത്ത് സ്വാധീനിക്കാൻ കഴിയാത്തതുപോലെ അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഒരാൾക്കും അഭൗതികമായ കഴിവില്ല. സൃഷ്ടികളുടെ മുഴുവൻ കഴിവും ഭൗതികമാണ്. ഞങ്ങൾ അന്ന് കൊടുത്ത മറുപടി, മടവൂരികൾക്കും കുബൂരികൾക്കും ഒന്നിച്ചു കൊടുത്ത മറുപടി, 2002 കൊടുത്ത മറുപടി അത് തന്നെയാണ് ഇപ്പോഴും കുബൂരികളെ നിങ്ങളോട് പറയാനുള്ളത്. തൗഹീദ് അചഞ്ചലം എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടത്താൻ നിങ്ങൾക്ക് അർഹതയില്ല. നിങ്ങൾ വേണമെങ്കിൽ ശിർക്ക് അചഞ്ചലം എന്ന് പറഞ്ഞോളൂ. നിങ്ങളുടെ തൗഹീദിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി. പണ്ട് നിങ്ങൾ കണ്ണൂർ അബ്ദുൽ ഖാദർ മൗലവിയുടെ തൗഹീദിന് മറുപടി എഴുതിയപ്പോൾ എന്തായത്? അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ മുസ്ലിമും ഇവിടെ ഇല്ല. ഔലിയാക്കളോട് പ്രാർത്ഥിച്ചു എന്നൊരു മുസ്ലിമും പറയാറില്ല. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന കല്ലാകട്ടെ, മരമാകട്ടെ, നബിയാകട്ടെ, വലിയാകട്ടെ, അത് ശിർക്കാണെന്നാണ് എല്ലാ മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത്. കാലം മാറി. പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞു? അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാം. അന്ന് പറഞ്ഞത് പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ മുസ്ലിമും ഇല്ല, പ്രാർത്ഥിച്ച ശിർക്കാണ്. നിങ്ങളെ തൗഹീദിന് വല്ല അഡ്രസ് ഉണ്ടോ? നിങ്ങൾ പണ്ട് പറഞ്ഞെന്താ? നബിമാരാണ് വലിയനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠൻ. ഒരു വലിയ എത്ര വലുതായാലും നബിന്റെ പദവിയിലെത്തൂല. കുറെ കാലം കഴിഞ്ഞപ്പോ എന്തായി? നബിമാരെ പോലും കവച്ചു വെക്കുന്ന വലിയുകളുടെ കഥ അല്ല, അള്ളാഹുവിനെ പോലും തോൽപ്പിക്കുന്ന ഔലിയാക്കളുടെ കഥ നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. നിങ്ങളാണോ ഞങ്ങളെ തൗഹീദിൽ ആ ചാഞ്ചല്യം ഉണ്ടായി എന്ന് പറയുന്നത്? അതുകൊണ്ട് സമസ്തയിലെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തൽക്കാലം അതൊന്നും പറയാൻ മാത്രം വളർന്നിട്ടില്ല. നിങ്ങൾക്കിടയിൽ ആഭ്യന്തര ശൈഥില്യം മൂടി വെക്കാൻ, മുടിസിന്നികളെ സംബന്ധിച്ചിടത്തോളം ഏതോ പമ്പർന്നോളം മുടി കൊണ്ടുവന്നിട്ട് റസൂലുള്ളാന്റെ മുടിയാണെന്നും പറഞ്ഞ് നാണം കെട്ട് മുസ്ലിം കേരളം മുഴുവൻ അതിനെതിരെ തിരിഞ്ഞ് ഇപ്പൊ കോടതിയിൽ കേസും വന്ന് സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ വഴിയില്ലാതെ കാണുമ്പോ അണികളെ പിടിച്ചു നിർത്താൻ ഉണ്ടാക്കിയ ക്യാമ്പയിനാണ്. 3 മാസം നിങ്ങൾ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു. 1-2 മാസമെങ്കിലും നിങ്ങൾക്കത് നേരിട്ട് നടത്താൻ കഴിഞ്ഞോ? കഴിയില്ല. കാരണം നിങ്ങൾ നിലഭദ്രമല്ല. നിങ്ങൾ അത്രമാത്രം അടിയുറപ്പില്ലാത്തവരായി മാറിയിരിക്കുന്നു. ഈ സുന്നികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഈ പോലെ കാസിമി പോയി, അത് തരീക്കത്തില്, കുറെ ഹുദവികൾ പോയി തരീക്കത്തിലേക്ക്. തരീക്കത്ത് ശരിയാന്ന് പറയും ചെയ്തു. പക്ഷെ ആളിങ്ങനെ പോകുമ്പോ തരീക്കത്ത് തെറ്റാ നടക്കെ പറയാ. അതിന്റെ വൈരുദ്ധ്യങ്ങൾ വേറെ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നം ഞങ്ങൾ ഉള്ളിൽ പരിഹരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഞങ്ങളൊരു സുതാര്യമായ പ്രസ്ഥാനമാണ്. എന്തു തെറ്റ് കണ്ടാലും സംഘടനയ്ക്ക് വേണ്ടി മൂടി വെച്ചുകൊണ്ട്, മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളുകളല്ല ഞങ്ങൾ ദീനിന്റെ പേരിലാണ് തർക്കിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഒന്നാണ്. KM മൗലവി പറഞ്ഞ തൗഹീദിൽ ഞങ്ങൾക്കൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അല്ലാഹുവില്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അല്ലാഹുവില്ലാത്തവരോട് നേർച്ച വഴിപാടുകൾ നടത്താൻ പാടില്ല, ഉറുക്കുമേലസുമത് ശിർക്കാണ്, അല്ലാഹുവില്ലാത്തവരോട് സത്യം ചെയ്യാൻ പാടില്ല. ഒരു മാറ്റവും ഇല്ല. അല്ലാഹുവല്ലാത്ത ആരോട് പ്രാർത്ഥിച്ചാലും, ആരോട് സഹായം തേടിയാലും, അത് ജിന്നാകട്ടെ, മലക്കാകട്ടെ, നബിയാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ, ശിർക്കാണെന്ന് സമ്മതിക്കാത്ത ഒരൊറ്റ മുജാഹിദും ഞങ്ങൾക്കിടയിലില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഞങ്ങൾക്ക് ആവർത്തിച്ച് പറയാനുള്ളത്. പുഴക്കരയിലായാലും കുളക്കടവിലായാലും മരുഭൂമിയിലായാലും നാട്ടിൻ പ്രദേശത്താണെങ്കിലും വിജനപ്രദേശത്തും ജനപ്രദേശത്തും ഒക്കെ അല്ലാഹ് യാ റഹ്മാൻ എന്നല്ലാതെ യാ ഇബാദല്ലാ എന്ന് വിളിക്കണമെന്ന്, ജിന്നെ രക്ഷിക്കണേ എന്ന് വിളിക്കണമെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. പറഞ്ഞു വന്നാരോപിച്ച ഒരുത്തരും അത് ഇതുവരെയും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. പഴകിപ്പൊളിച്ച ആരോപണങ്ങൾ ക്ഷീരബല ആവർത്തിക്കും പോലെ 101 ആവർത്തിച്ച് അണികളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന അങ്ങേയറ്റം ആസ്യ ദാരിദ്ര്യത്തിന്റെ പടകുഴിയിൽ വീണ ആളുകളാണ് ഞങ്ങൾക്കതിൽ ശിർക്ക് ആരോപിക്കുന്നത്. നിങ്ങൾ നോക്കൂ, കുബൂരികൾ ഇപ്പൊ ഞങ്ങൾക്കതിൽ വല്ലാതെ ഒത്തുപിടിച്ച് മുജാഹിദ് പ്രസ്ഥാനം തകർത്തണം, അതിന് കിട്ടിയ ചാൻസ് ആണ് നിങ്ങൾക്ക് നോക്കുകയാണ്. നിങ്ങൾക്കുണ്ട മക്കളെ അതിന് സാധിക്കുന്നു. നിങ്ങൾ ശിർക്കിന്റെ ആളുകളാ. തൗഹീദിന്റെ ആളുകളുമായി എങ്ങനെ വന്നാലും നിങ്ങൾക്ക് സാധിക്കൂല. അത് മാത്രമേ തൽക്കാലം അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. എന്താ റബീഉൽ അവ്വൽ ആഘോഷത്തിന്റെ പോരിശക്കുറി എന്നറിയോ?
എന്തൊരാവേശമാണിക്കുറി. തനിച്ച ബറേലവിസം ഇങ്ങ് ഇറക്കുമതി ചെയ്തിരിക്കുക. നാത്തെ ഷെരീഫ് തിദ്കാറെ മദീന. എവിടുന്നാണോ അതൊക്കെ കിട്ടിയത്? തല പനിച്ച ഖബറിന്റെ സുജൂദ് ചെയ്യുന്ന ഖുറാബി ഉണ്ടല്ലോ, ബറേലവി ഖുറാബി, അത് നേരെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തിരിക്കുക. നാത്തെ ഷെരീഫ് പ്രവാചക വർണ്ണന, സ്വലാത്ത് ജാഥ, മദൂർ റസൂൽ പ്രഭാഷണം, എന്തൊക്കെയാണ്. റബീഇന് സ്വാഗതം. പള്ളിയിലച്ചന്മാരും ഇടവകയിലെ കുഞ്ഞാടുകളും ചേർന്ന് പള്ളിപ്പെരുന്നാളിന് പള്ളി അലങ്കരിക്കാറുണ്ട്. അതുപോലെ ലൈറ്റ് ഇട്ടൊരു മാസം അലങ്കരിക്കുക. നബി ദിനം പോയി, നബി ആഴ്ച പോയി, നബി മാസമാണ്. റബീഉൽ അവ്വൽ കഴിഞ്ഞാലും തീരാത്ത ആഘോഷ പരമ്പരകൾ. നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമാണ്. ഇത് നിങ്ങളെ വയറ്റുപിഴപ്പിന്റെ പ്രശ്നമാണ്. ജനങ്ങൾ കൈയൊടിച്ചു. 1 മുതൽ 12 വരെ വരി മൗലിദ് കഴിച്ചിരുന്ന കൗമിനെ ഇപ്പൊ കിട്ടാനില്ല. ഇപ്പൊ പള്ളിയിലും മദ്രസയിലും ഒതുങ്ങി അവസാനം റോട്ടുമ്മൽ ബഹളം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഉണ്ട്, ഞങ്ങൾ മരിച്ചിട്ടില്ലേ, ഞങ്ങളെ കുബൂരിസമ്മടെ ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കാണ്. പക്ഷെ നിങ്ങൾ നോക്ക്, നിങ്ങളെ കൂട്ടത്തിൽ തന്നെ സെബീന തിരിയാത്ത ആളുണ്ടായിന്ന്. നിങ്ങളെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിച്ചു തരാം. ആ മുസ്ലിയാർ പറഞ്ഞൊന്ന് കേൾപ്പിച്ചു കൊടുക്കുക. ആദ്യം തന്നെ ആചാര വീട്, മൂലേര വീട്, വലിയ വലിയ ആളുകളുടെ ഒക്കെ വീടുകൾ. ഞാൻ ചോദിക്കട്ടെ, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഖുർആൻ ഓതുന്ന വീടുണ്ടോ? ദിക്റുകളും മാലകളും മൗലൂദുകളും സ്വലാത്തുകളും ചെല്ലുന്ന വീടുണ്ടോ? സ്വന്തം മക്കളെ കൊണ്ട് ചെല്ലാൻ പറയുന്ന വീടുണ്ടോ? പഴയ കാലത്തൊക്കെ നമ്മളെ വീടുകളിൽ ഖുർആൻ ഉണ്ടാകും അല്ലേ? അതേ പ്രകാരം ഖുർആന്റെ കൂടെ ഒരു സബീന ഉണ്ടാവും. ഇതൊക്കെ പാടിയിരുന്ന ഒരു കാലഘട്ടം. മാത്രമല്ല, അന്ന് വളർന്നു വരുന്ന സമുദായത്തിനും തൻ്റെ ഉണ്ടായിരുന്നു. ആരാ? ഉമ്മമാര് ചെയ്യുന്ന ഈ നല്ല നല്ല സ്വഭാവങ്ങളൊക്കെ കണ്ട് ശീലിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് ശരിക്ക് സബീൻ എന്താന്ന് പോലും അറിയൂല. നിന്റെ അടക്ക് ഞങ്ങളൊരു സ്ഥലത്ത് കുറെ മുസ്ലിം മൂലയന്മാർ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു മൗലൂദ് ഓതാൻ ആഗ്രഹിച്ചിട്ട് ഒരു ചെറിയ കുട്ടിയുണ്ട് അവിടെ. ആ കുട്ടിയെ വിളിച്ചിട്ട് 2 സെബീനെ കൊണ്ടുവരാൻ പറഞ്ഞയച്ചു. ആ കുട്ടിയെ സെബീനെ കൊണ്ടുവരാൻ പറഞ്ഞയച്ചു. ഞങ്ങൾ കുറെ കാത്തിരുന്ന് ഇപ്പൊ വരും കുട്ടിയെ കാണുന്നില്ല. പിന്നീട് ഒരു അല്പനേരം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുണ്ട് ഞങ്ങളെ മുന്നിൽ ഇങ്ങനെ നടക്കുന്നു. ഞങ്ങൾ വിളിച്ചു, മോനോടവാ, നിന്നെന്തിനു പറഞ്ഞയച്ചതാ? സെബീൻ കൊണ്ടുവരാൻ. എന്നിട്ട് എവിടെ? അതിരിക്കണ്. അവ നോക്കുമ്പോ പാത്രം കഴുകുന്ന 2 സെബീന പൊടിയുടെ പാക്കറ്റ് ആ കുട്ടി അവിടെ വാങ്ങിക്കൊടുന്ന് വെച്ചിക്കണ്. ആ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എടുത്ത് ചെല്ലുന്നത് ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നും ഈ കുട്ടി പഠിക്കണ്ടേ? ഇതാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ അപകടം. വലിയ അപകടമാണ്. സെബീന തിരിയാണ്ടായി പോയാ ഇതിനും വലിയ അപകടം വരാനുണ്ടോ? കാരണം മുസാഹിബിന്റെ മേലെ ആ സെബീന വെച്ചിരുന്നത്. മുസാഹിബ് ഇങ്ങനെ തുണി കെട്ടി ചട്ടത്ത് വെക്കല, ഒന്നുമില്ലാണ്ട് തൊടാൻ പറ്റൂലല്ലോ, ഒന്നും എപ്പോഴോട്ട് ഉണ്ടാവൂല്ല. അപ്പൊ പിന്നെ നിക്കരിക്കാൻ നേരത്തെ ഒന്നും ഉണ്ടാക്കിയാൽ നിക്കരിക്കാൻ തന്നെ നേരമല്ല. പിന്നെ ഉസ്താദ് വന്ന് വീട് തോറും കയറി ഓതല കുടിയോത്ത് അല്ലേ? എന്നിട്ട് ഉസ്താദിന് കന്നിയിലും മകരത്തിലും ചെലവഴിച്ച് പുറത്തേറിനായി 2 ഓറ നെല്ലൊടുക്കല. അങ്ങനത്തെ ഒരു കാലത്തുനിന്ന് ഞങ്ങൾ പറഞ്ഞു ഇതൊക്കെ വലിച്ചെറിയണം. ഇതൊക്കെ ഷിയാക്കൾ ഉണ്ടാക്കിയ, പിൽക്കാലത്ത് ഓരോരുത്തർ കെട്ടിയുണ്ടാക്കിയതാണ്. ഈ മാലയും മൗലൂദും റാത്തീമും ഖുതുബിയത്തൊക്കെ വയറ്റ് പിഴപ്പിന് വേണ്ടി അതൊക്കെ ഉപയോഗിച്ച നിങ്ങൾ ഒരുപാട് എതിർത്തു നിന്നു നോക്കി. പക്ഷേ നിങ്ങൾ ഞങ്ങൾ കറക്കിയ സൂചി, ആ സൂചിയിൽ നിങ്ങൾ പിടിച്ചു കറങ്ങാതിരിക്കാൻ. നിങ്ങളെ കൊണ്ട് സൂചി കറങ്ങി. കാലം മാറി. ഇന്ന് നിങ്ങളെ കൂടെയുള്ളവർക്ക് സബീന തിരിയാത്തൊരവസ്ഥ വന്നു. എന്താ കാരണം? മുസാഹിബ് തിരിയാത്ത ഒരാളില്ല, സബീന തിരിയാത്ത ആള്. എന്താ കാരണം? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കിപ്പോ മുസാഹിബും സബീനിയും അതിൽ ഏറ്റവും പ്രധാനം സബീനിയായി കരുതുന്ന കൗമുണ്ട് ഞങ്ങളെ വിചാരം. അതൊക്കെ പോയി, അതൊക്കെ അന്ധകാലത്ത്. ഇനിയിപ്പോ നിങ്ങൾക്ക് സ്വപ്നം കാണാ നബി സത്തുമാല ചൊല്ലി പ്രസവിച്ചിരുന്ന ആ സുന്ദരകാലം ഒന്ന് കാണിച്ചു കൊടുക്കുക. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പഴയ കാലത്ത് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്. രോഗം വന്നാൽ നമ്മുടെ ചികിത്സ അത് മാലയാണ്, അത് മൗലിദാണ്. എന്റെ ഉമ്മമാരെ നമുക്ക് ഓർമ്മയില്ലേ? നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? ഇന്നും നമുക്ക് അനുഭവങ്ങളില്ലേ? പ്രസവ വേദന എടുത്ത ഉമ്മമാര് നഫീസത്ത് മാല ചൊല്ലിയിട്ടല്ലേ അവരുടെ പ്രസവം നടക്കുന്നത്. എന്ത് ഇത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. സുന്ദരമായ കാലം മൂപ്പര് സ്വപ്നം കാണാണ്. മാലയുടെ കാലം, മൗലീദിന്റെ കാലം. എത്ര ഉമ്മമാരാണ് നഫീസത്ത് മാല ചൊല്ലി പ്രസവിച്ചിരുന്നത്? എത്ര ഉമ്മമാരാണ് ബുർദ ചൊല്ലി പ്രസവിപ്പിച്ചിരുന്നത്? ഇപ്പൊ മുസ്ലിയാരെ വീട്ടിൽ നിന്നും കൂടി ഡേറ്റ് തെറ്റിയാ പോയി ഡോക്ടർ അടുത്ത്. എന്താ ഉസ്താദ് എവിടെ നിൽക്കണു? ഭാര്യക്ക് ഡേറ്റ് തെറ്റി. എന്നിട്ടോ മാസാമാസം വരും ചെക്കപ്പിന്. പിന്നെയോ പ്രസവിക്കുന്നതിന്റെ 15 ദിവസം മുമ്പ് അഡ്മിറ്റ്. ബക്കറ്റും പാട്ടിയും കൊണ്ടതാ പായുന്നു ആശുപത്രിയിലേക്ക്. നിങ്ങൾ ആശുപത്രിയിൽ പോലും പിഞ്ഞാണ് എഴുതി കൊടുക്കലുണ്ടോ? പ്ലേറ്റ് ലൈറ്റ് തെറാപ്പി എവിടെ പോയി? മാല ചൊല്ലി പ്രസവിപ്പിച്ചിരുന്ന, അതുപോലെ തന്നെ ഈ ബദരീങ്ങളെ പേര് ചൊല്ലി ഏറ്റവും മികന്തുള്ള പേറ്റ് വരുത്തത്തിൽ ഇന്താ സഹാബികൾ ഫെരിനെ ബോധൂകിൽ കുറിമുടിയും മൂനം വള്ള തന്നീന്ന്
കുട്ടി ഫിറഖലീലില്ലാശക്കെന്നോവർ 313 ബദരീങ്ങളെ പേരുള്ള ബദർ ബൈത്ത് അങ്ങ് ചൊല്ലിയാൽ കൂറി മുടിയും മുൻ പറഞ്ഞു തീരും മുമ്പ് കുട്ടി പ്രസവിക്കുമെന്നതില്ല ശക്ക ഫീഹി, സംശയമല്ല. എവിടെ പോയതൊക്കെ? അതൊക്കെ പോയത് വെറുതെ പോയതല്ല, അതൊക്കെ നാട് നീങ്ങിയതിന് പിന്നിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അക്ഷീണമായ പ്രവർത്തനമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങൾ ജനങ്ങളെ പിഴിയാൻ വേണ്ടി ജനങ്ങളെ കൊണ്ട് നടത്തിക്കല്ലാതെ ഒരൊറ്റ മുസ്ലിയാർ വീട്ടിൽ മൗലിദ് കഴിക്കലുണ്ടോ? കഴിക്കലില്ല. മറ്റുള്ളവരെ കൊണ്ട് കഴിപ്പിക്ക. പുണ്യാണെങ്കിൽ മാതൃക കാണിച്ചു കൊടുക്കേണ്ട മുസ്ലിയാക്കന്മാരല്ലേ? പേരോട് തന്നെ പറയുന്നത് കേട്ടോ നിങ്ങൾ. നിങ്ങൾ എന്താണോ മൗലൂദ് കഴിക്കാത്തത്? മൗലൂദ് മുസ്ലിയാന്മാര് മൗലൂദ് കഴിക്കണം, ചെറുങ്ങനെങ്കിലും കഴിക്കണം, എന്നാലേ സാധാരണക്കാർ കഴിക്കുള്ളൂ. അതിന് മൊയ്ലാമാർ മൗലൂദ് ഒറ്റയും കഴിക്കൂല. പിന്നെ എങ്ങനെ മറ്റുള്ളവർ മൗലൂദ് കഴിക്കുക? നീ പണ്ട് പഠിക്കേണ്ട മൊയ്ലാമാരെ കണ്ടിട്ടേ മറ്റുള്ളവർ പഠിക്കേണ്ടത്. അതിന് ആലിമീങ്ങൾ ആദ്യം മൗലൂദ് കഴിക്കണ്ടേ? ഇന്ന് ആരോ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, എന്ത് ബെല്ലടിക്കുമ്പോ അപ്പുറത്തും സംസാരിക്കാൻ പറ്റുന്നേ ബെല്ല് വെക്കണം വീട്ടിൽ, എന്നാൽ പെണ്ണുങ്ങൾ പുറത്തിറങ്ങാതെ ഒക്കും. പിന്നെ എന്നോട് അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും ബെല്ല് വെക്കാൻ കഴിയോ? മൊയ്ലാമാരെല്ലാം വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ വെച്ചിട്ടുണ്ട്, മറ്റുള്ളവരാരും എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ എല്ലാവരും ബെല്ല് വാങ്ങി കൊടുക്കാൻ കഴിയോ? അപ്പൊ ഞാൻ പറഞ്ഞത് ഓരോരുത്തർ നന്നായാൽ അതായില്ലേ. അപ്പൊ നമ്മളെന്ത് വേണോ? മൗലൂദി നമ്മൾ എങ്ങനെ ആള് കൂടുതൽ വേണ്ട കൈവനുസരിച്ച് മതി. നമ്മളെ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹിന്റെ മദ്ഹ് റബീഉൽ അവ്വൽ ആയാലൊന്നും ചൊല്ലണം. ഒരാളെങ്കിലും വിളിച്ച് ഭക്ഷണം കൊടുത്തേക്കണം. ഒറ്റൊരാളായാലും തിരക്കില്ല, അതിനും വിളിച്ച് ഭക്ഷണം, സന്തോഷത്തിന് ഭക്ഷണം കൊടുക്കും. ആളുകൾ പരാതി പറയാൻ തുടങ്ങി, അല്ല മുസ്ലിയാർ എത്ര പോരിശയാക്കപ്പെട്ട കാര്യമാണ്, ഉഹദ് മലന്റെ കൂലിണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കഴിക്കണില്ലല്ലോ ഉസ്താദ്. ഇങ്ങനെ നിങ്ങളെ ചോദ്യം ചെയ്യാൻ തന്നെ പഠിപ്പിച്ചേ ഞങ്ങളാ. ഉസ്താദന്മാർ ചെയ്യുന്നത് അങ്ങനെ കേട്ട് വിഴുങ്ങിയാ പോരാ. ഉസ്താദിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ചോദിക്കണം. അല്ല ഉസ്താദെ ഖുർആനിൽ എങ്ങനെയുണ്ടോ, അല്ല ഉസ്താദെ ഹദീസിൽ എങ്ങനെയുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ പഠിപ്പിച്ചത് ഞങ്ങളാ. അതിപ്പോ ആളുകൾ ചോദിക്കാൻ തുടങ്ങി, അല്ല ഉസ്താദ് നിങ്ങളെന്താ മൗലിദ് കഴിക്കാത്തത്? അപ്പൊ പേരോട് കുടുങ്ങിയിട്ട് പറയാണ് ഈ അരമൗലിയുമായി അരമുസ്ലിയാക്കന്മാരും മുസ്ലിയാക്കന്മാര് ഒരൊറ്റൊന്ന് മൗലിദ് കൊടുക്കാൻ നാട്ടുകാർ കൊണ്ട് കഴിപ്പിക്കാന്നല്ലാതെ സ്വന്തം വീട്ടിൽ കഴിക്കൂല, നമ്മൾ കഴിക്കണോ? മൂപ്പര് പറയാണ് പെണ്ണുങ്ങൾ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി സംസാരിക്കാൻ പറ്റിയ ബെല്ല് വെക്കണം. അത് ഞാൻ എന്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടെന്ന് മൂപ്പര് പറഞ്ഞു കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണെന്നറിയോ? മൗലിദ് കഴിക്കല് മാത്രല്ല, നല്ലൊരു സംഖ്യ കൈമടക്കും വാങ്ങിയിട്ടാ പോരുന്നത്. അത് മുജാഹിദുകൾ മൗലിദിനെ വിമർശിച്ചപ്പോ കല്ലൂര് മുസ്ലിയാർ പറയാ, പണ്ട് ഇതൊക്കെ കഴിച്ച് ടോർച്ചും മുറുക്കി നിന്ന് പൈസ വാങ്ങിയോലാണ് ഇപ്പൊ എതിർക്കണത്. കല്ലൂര് പറയുന്നത് കേട്ടോളൂ. ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ സാപ്പാടുണ്ട് അത് കഴിക്കുക, പോവുക. ഇത് വന്ന് ശിർക്കാന്ന് പറയുന്ന നല്ലൊരു പറ്റും ആളുകളുണ്ടല്ലോ, അവരെന്താ ചെയ്തറിയോ? ഈ മൗലിദിനൊക്കെ ശരിക്ക് സംബന്ധിച്ച ആൾക്കാരാ. എന്നിട്ട് മൗലിദ് ഓതി ഈ സാപ്പാടും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പുറത്ത് കസാലയെ കുത്തിക്കുക, പോണില്ല. അവിടെ കുത്തിനിട്ട് ടോർച്ച് തിരിച്ചലും മുറുക്കലും അയക്കലും ആയിട്ട് നിൽക്കുക. എന്താ പോകാത്ത? പോകാനായില്ല. അവസാനം എന്തെങ്കിലും കൊണ്ടുവന്ന് കീസയിൽ ഇടണം. കീസയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒറ്റപ്പുള്ളിയായി, ടോർച്ച് ക്ലിയറായി, വറ്റ അസ്സലാമു അലൈക്കും ആയി. അത് പോകുമ്പോൾ ഇടങ്ങണിട്ട് നോക്കുക. ഇങ്ങനെ വാങ്ങി തിന്ന ആൾക്കാർ അത് ചെറുക്കാറിഞ്ഞ് നടക്കണം. അപ്പൊ അതിപ്പോഴും ഉണ്ട്. ഇപ്പോഴും ടോർച്ച് മുറുക്കി നിൽക്കുന്ന ഏർപ്പാടുണ്ട് എന്ന് മൂപ്പര് സമ്മതിക്കാണ്. നമ്മളെ വില വെച്ചിട്ടാന്ന് നോക്കുക. കാരണം കുറെ മുസ്ലിയാക്കന്മാര് മുജാഹിദായാല് മൂപ്പരിക്കുള്ള അസഹനീയത കൊണ്ട് മൂപ്പര് പറഞ്ഞു എന്നുള്ളൂ. സാധുവാണ്, മരിച്ചുപോയി, കുറെ ക്ലിപ്പ് കിട്ടിയ ആളാണ്. ഇരിക്കട്ടെ, ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, മൗലീദ് കഴിച്ച് കാശ് വാങ്ങുന്നവരാണ് മുസ്ലിയാക്കന്മാര്. അതുകൊണ്ട് കാശ് അങ്ങോട്ട് കൊടുത്ത് വേറൊരാളെ വിളിച്ച് ചൊല്ലിക്കാൻ മുസ്ലിയാർ തയ്യാറാവൂലല്ലോ എന്നാണ് ആ പറഞ്ഞിന്റെ ചുരുക്കം. നിങ്ങൾക്കറിയോ, പാലക്കാട് ജില്ലയിൽ വല്ലപ്പുഴാറിനൊരു സ്ഥലമുണ്ട്. പട്ടാമ്പിന്ന് അങ്ങോട്ട് പാലക്കാട്ട് പോകണം. അവിടെ വലിയ മുസ്ലിം കേന്ദ്ര. അവിടെ ഞാൻ പോയിട്ട് പ്രസംഗിച്ച് മൗലീദിലെ ഈ പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അലൈമു സഖാഫി മറുപടി പറഞ്ഞു. അവസാനം അവിടുത്തെ ടൗണിലുള്ള ഓട്ടോറിക്ഷക്കാരും യൂണിയൻകാരും ഒക്കെ പാടെ കൂടിയാണ്ട് മുസ്ലിം ഐക്യവേദിയാറിന് ഒരു സംഘടന ഉണ്ടാക്കി. അത് അടുത്ത സുന്നികളെന്നൊക്കെ അവർ രണ്ടു കൂട്ടരോടും പറഞ്ഞു, ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ സംശയം ഉണ്ടായിട്ടുണ്ട്. മൗലിദ് ഓതി ശിർക്കിലെത്തി നരകത്ത് പോകും നിങ്ങൾ പറയണു, മൗലിദ് ഓതാത്ത സുന്നിയാവില്ല, സ്വർഗത്ത് പോലെ എന്ന് പറഞ്ഞു. ഞങ്ങളെന്താ ചെയ്യേണ്ടത്? രണ്ടു കൂട്ടരെയും കൂട്ടിയിരുത്തണം. അങ്ങനെ വാദപ്രതിവാദത്തിന് വ്യവസ്ഥ ചെയ്താൻ വേണ്ടിയിരുന്നു. വ്യവസ്ഥ ചെയ്താ ഇരുന്ന് നോക്കുമ്പോഴല്ലേ ഏത് മൗലീദ് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാലും അതിൽ തെറ്റുണ്ട്. അത് ഞങ്ങൾ അംഗീകരിക്കൂല. മർക്കസ് സഖാഫത്ത് സുന്നിയെ നിറക്കിയ ഒരു 5-6 മൗലൂദല്ലാതെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നിടത്ത് AP സുന്നികൾ എത്തുകയാണ്. ഞാനതിന്റെ ചെറിയ ഭാഗം മാത്രം കായിക്കാം. മുസ്ലിം ഐക്യവേദി സംഘടിപ്പിച്ച ആ ചർച്ചയിൽ മധ്യസ്ഥന്മാരായി അവരാ നിന്നത്, രണ്ടു ഭാഗത്തും സുന്നി മുജാഹിദും. എന്നിട്ട് മധ്യസ്ഥൻ തന്റെ വീട്ടിൽ നിന്ന് ശബീനെ കൊണ്ടുവന്നിട്ട് 12 മൗലീദിന്റെ പേര് വായിച്ചു കൊടുക്കാണ്. അലവി സഖാഫിയോട് ചോദിക്കാണ്, ഉസ്താദ് ഇതിൽ ഏതൊക്കെ അംഗീകരിക്കാൻ പറ്റും? അയാൾ തള്ളുകയാണ്. കണ്ടോളി, ഇവിടെ
ഞങ്ങളുടെ വീടുകളിൽ മുസ്ലിം ഐക്യവേദിയുടെ ഭാരവാഹികളുടെ വീടുകളിൽ ഓതുന്ന ഒരു മൗലൂദ് കിതാബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഒരുപാട് മൗലൂദുകൾ ഇവിടെ ലക്ഷക്കണക്കിന് മൗലൂദുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ കുറച്ച് മൗലൂദുകൾ ഞങ്ങൾ ഇവിടെ വായിക്കാം. ഇതിൽ ഏത് ഞങ്ങൾക്ക് ഓതാൻ പറ്റും, ഏത് പറ്റൂല എന്ന് ഇരു വിഭാഗം പണ്ഡിതന്മാരും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം. ഞാൻ ഇവിടെ പേരുകൾ വായിക്കാം. 1 ബർസഞ്ചി മൗലിദ്, 2 ബാരി അംഷാജ് മൗലിദ്, 3 ജാല മുഹമ്മദ് മൗലിദ്, 4 സിദ്ദീഖ് മൗലിദ്, 5 നഫീസത്ത് മൗലിദ്, 6 ഷാവുൽ ഹമീദ് മൗലിദ്, 7 ഷറഫുലന മൗലിദ്, 8 മങ്കൂസ് മൗലിദ്, 9 മുഹിയുദ്ദീൻ മൗലിദ്, 10 റിഫായി മൗലിദ്, 11 ബദ്ർ മൗലിദ്, 12 സുബ്ഹാന മൗലിദ് എന്നീ 12 മൗലിദുകൾ ഞങ്ങൾ ഇവിടെ വായിച്ചിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾക്ക് ഏതാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്, ഏതാണ് ശരിയല്ലാത്തത് എന്ന് ഇവിടെ പറഞ്ഞു തരണം. നേരത്തെ നമ്മുടെ മുസ്ലിം ഐക്യവേദി സംവാദത്തിന് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ഐക്യവേദിയുടെ പ്രസിഡന്റ് സിദ്ദീഖ് സാഹിബ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ മൗലിദിന്റെ ഏടുകളിൽ ഞങ്ങളുടെ വീടുകളിൽ നടക്കുന്നത് ഓതാറുള്ളത് 2 മൗലിദിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഷറഫ് അല്ലനാം, മറ്റൊന്ന് മങ്കൂസ്. ഈ നാടുകളിൽ ഞാൻ പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല, എന്നിട്ട് നിങ്ങൾക്ക് പറയാം. ഈ പറഞ്ഞ നാട് ഞാൻ പറഞ്ഞത് കേൾക്കട്ടെ. നേരത്തെ സിദ്ദീഖ് സാഹിബ് പറഞ്ഞതാണ്, അത് വീഡിയോ ഓഡിയോ റെക്കോർഡ് ഉള്ളതാണ്, അദ്ദേഹം നിഷേധിക്കൂല. ഞങ്ങളുടെ വീടുകളിൽ ഓതാറുള്ളത് ഈ മൗലിദാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ ഈ പറഞ്ഞിട്ടുള്ളത് 2 മൗലിദും പിന്നെ മറ്റൊന്ന് മുജാഹിദുകൾ കൂടി തർക്കമില്ലാത്ത 15 മൗലിദും. ഞാൻ പറയുന്നത് അതുകൊണ്ട് ഓതാറുള്ള മൗലിദാണെങ്കിൽ അതാണ്. ഇനി അതിൽ കുറെ മൗലിദുകളുണ്ട്, അതിൽ സുന്നികൾ അംഗീകരിക്കുന്നതും സുന്നികളുടെ ആശയങ്ങളും ഉള്ളതും എന്ന് പറഞ്ഞാൽ പല സുന്നികൾ രചിച്ച മൗലിദുകളിലും പലതും കടത്തി കൂട്ടിയിട്ടുണ്ട്. ഉദാഹരണം സിദ്ദീഖ് മൗലിദ് പോലെ. സിദ്ദീഖ് മൗലിദിൽ കള്ളക്കഥ ഇല്ലാത്ത യഥാർത്ഥ സിദ്ദീഖ് മൗലിദ് വേറെ പ്രസ്സുകളിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളെ ചോദ്യത്തിന് ചോദിച്ചത് കൊണ്ട് മറുപടി പറയുന്നു. ഞങ്ങളുടെ മർക്കസു സഖാഫത്തി സുന്നിയയിൽ നിന്ന് പുറത്തിറക്കിയിട്ടുള്ള സഹിഹാക്കപ്പെട്ട മൗലിദുകൾ എന്ന പേരിലുള്ള ഈ മൗലിദ് കിതാബിലുള്ള മൗലിദുകൾ ഞാൻ വായിക്കുന്നു. അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. 1 ഷറഫല്ലന മൗലിദ്, മറ്റൊന്ന് മങ്കൂസ് മൗലിദ്, മറ്റൊന്ന് ബദർ മൗലിദ്, മറ്റൊന്ന് മുഹിയുദ്ദീൻ മൗലിദ്, മറ്റൊന്ന് റിഫായി മൗലിദ്. ഇങ്ങനെ ഇത്രയും മൗലിദുകൾ ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത്രയും മൗലിദുകൾ. അപ്പൊ ഉസ്താദെ ഒരു ചോദ്യം. ഇത്രയും 5 മൗലിദുകളെ കുറിച്ചാണ് ഉസ്താദ് ഇവിടെ പരാമർശിച്ചത്. ബാക്കിയുള്ള ഞാൻ വായിച്ച ബാക്കിയുള്ള 7 മൗലിദുകളും ഉസ്താദ് അംഗീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അംഗീകരിക്കുന്നോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല. എന്തുകൊണ്ട്? അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആഘോഷിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ബോധപൂർവമാണ് പറയുന്നത്. കാരണം പല മൗലിദുകളിലും കടത്തി കൂട്ടിയിട്ടുണ്ട്. ആ കടത്തിക്കൂട്ടൽ ഇല്ലാത്തതാണോ അല്ലേ എന്ന് പരിശോധിച്ചതിന് ശേഷമേ ഉറപ്പുവരുത്താവൂ. ഞങ്ങൾ ഈ പറഞ്ഞ മൗലിദുകളിലാണെങ്കിലോ അതിൽ ഉറപ്പാണ് ഈ പറഞ്ഞ മൗലിദുകളിലൊന്നും കടത്തിക്കൂട്ടിയിട്ടില്ല. ഞങ്ങൾ ഈ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മൗലിദ് അത് 100% സത്യമാണ്. നമുക്ക് ഇതേക്കുറിച്ച് വാദപ്രതിവാദം ചെയ്യാം. ഞങ്ങൾ അംഗീകരിക്കുന്നത്, ഞങ്ങളെ സുന്നികൾ ഇറക്കിയിട്ടുള്ളത് ഞങ്ങൾ റെഡിയാണ്. ആ വിഷയമല്ലാതെ അവിടെയുള്ള ഏടുകൾ 165, 155, 255, 333 അതിലൊക്കെയുള്ള മൗലിദുകളിൽ എന്തൊക്കെ ആരൊക്കെ കടത്തി കൂട്ടിയിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയുള്ളത് കൊണ്ട് ഒറ്റയടിക്ക് ഇപ്പോൾ അത് പറയാൻ കഴിയില്ല. കണ്ടോ, ഇവിടെ 333 വകയും 155 വകയും 444 വകയൊക്കെ ഓതിക്കൊണ്ടിരിക്കുകയാണ് ഈ കൗമ്. അതിൽ തെറ്റുണ്ടെന്ന് ഇത്രകാലം ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ഓരോന്നും എടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി ചോദിക്കാണ്, അത് തെറ്റല്ലേ, ഇത് കള്ളക്കഥയല്ലേ, അത് ശിർക്കല്ലേ, ഇത് കുഫറല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ ഉത്തരം കിട്ടാതായപ്പോ ജനങ്ങളെ മുമ്പിൽ വെച്ച് തള്ളുകയാണ്. മർക്കസു സഖാഫത്ത് സുന്നിയ എന്ന കാരന്തൂരിലെ സ്ഥാപനത്തിൽ നിന്ന് ഈ അടുത്ത കാലത്ത് പുറത്തിറക്കിയ 5 മൗലിദ് അതാണോ ജനങ്ങളുടെ മുമ്പിലുള്ളത്? ജനങ്ങൾ പുണ്യം കിട്ടാനെന്ന പേരിൽ നേർച്ചപ്പാട്ടെന്ന നിലയിൽ ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും ചെയ്യുന്നത്, കൈമടക്ക് കൊടുത്ത് മുസല്ല വിരിച്ച് തലയിൽ മുണ്ടിട്ട് ബഹുമാനത്തോടെ ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും ചെയ്യുന്ന മൗലിദ്, അതിനെപ്പറ്റിയാ ഞങ്ങൾ ചോദിച്ചത്. അതിനെപ്പറ്റി വാദപ്രതിവാദം നടത്താൻ തയ്യാറില്ല. വിമർശനപരമായി ഉള്ള പരാമർശങ്ങളൊക്കെ നീക്കി ഇപ്പോൾ അവരിങ്ങനെ നന്നാക്കി കൊണ്ടുവരാം. അവസാനം ഉള്ളി തോലൊളിച്ചമാരി ഉണ്ടാവും, ഒന്നും ഉണ്ടാവില്ല അവസാനം. ആ പറഞ്ഞ മർക്കസ് സുന്നിയയിലുള്ളതിനെ പറ്റിയ വാദപ്രതിവാദത്തിന് തയ്യാറുണ്ടോ എന്ന് പറയേണ്ട അവസ്ഥ. ഇത് കേട്ടപ്പോ അവിടുത്തെ സുന്നികളായ മുസ്ലിം ഐക്യവേദിയിലെ ഒരാള്
തന്റെ വീട്ടിൽ നിന്നുള്ള സബീന കൊണ്ടുവന്നിട്ട് ചോദിക്കാണ്, ഉസ്താദെ 90 വയസ്സുള്ള എന്റെ വല്യമ്മ ഓതുന്നതാണിത്, ഇതിൽ ഏതൊക്കെ ഓതാൻ പറ്റും പറ്റൂല എന്ന് നിങ്ങൾ പറഞ്ഞു തരണം, ഇതിൽ പല തെറ്റുണ്ട് ഞങ്ങൾ പറയുന്നത്, അത് കീറിക്കളഞ്ഞോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. കേട്ടോളൂ അദ്ദേഹം പറയുന്നത്. ഇത് തെറ്റാണോ ശരിയാണോ? ഞങ്ങളതാ പറയുന്നത്, അതിൽ മറുപടി അത് തെറ്റാണ്. അതെ, അതിന് മറുപടിയാ പറയുന്നത്. ഇത് ഇറക്കിയത് അഷ്റഫി ബുക്ക് സെന്റർ തിരുവനങ്ങാടി, ഒരു സ്വകാര്യ കമ്പനിയാണ്, സുന്നികളുടെ സ്ഥാപനമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അല്ലല്ല സുന്നികളുടെ സ്ഥാപനം. നിങ്ങൾ ഇടപെടരുത്, നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ പറയുന്നു സ്വകാര്യ കമ്പനികൾ ഇറക്കിയിട്ടുള്ളതാണ്. അതിൽ എന്തൊക്കെയാണ്, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, അതിലെന്തൊക്കെയാണ് അതിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യം പരിശോധിക്കാതെ പറയാൻ പറ്റുകയില്ല. അതേ അവസരത്തിൽ നമ്മൾ സാധാരണഗതിയിൽ ഓതാറുള്ളതും സുന്നികൾ തന്നെ ഇറക്കിയിട്ടുള്ളതുമായ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, അതെ, നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കണം. സുന്നികൾ ഇറക്കിയിട്ടുള്ളതും ഇതിൽ പെശകില്ല എന്ന് ഉറപ്പുള്ളതുമായ മൗലിദുകളാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നോക്കാം, അത് നിങ്ങൾക്ക് ഉറപ്പുള്ളതാണ്. മറ്റത് അതിൽ എന്തൊക്കെയാണ് കടത്തി കൂട്ടിയിട്ടുള്ളത്, അതിൽ ആരൊക്കെയാണ്, ഏതൊക്കെ പ്രസ്സുകാർ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്ന് നമുക്കറിയാത്തത് കൊണ്ട് പരിശോധിച്ച ശേഷമല്ലാതെ പറയാൻ കഴിയില്ല. ഇത് ശരിയാണോ തെറ്റാണോ? അതായത് കീറിക്കളയാൻ പാടില്ല, ഒരിക്കലും കീറിക്കളയാൻ പാടില്ല. കാരണം അതിൽ നമ്മൾ ഈ പറഞ്ഞ മൗലിദുകളുണ്ടല്ലോ, ഇത് എന്റെ വളരെ വ്യക്തിപരമായ കാര്യം. അതെ, മുസ്ലിം ഐക്യവേദിയോടോ അല്ല, അതിന് മറുപടി രണ്ട് കൂട്ടർക്കുള്ള ഉത്തരം തന്നെ. ഞങ്ങൾ പറയുന്നു, വല്യമ്മ വായിച്ച സാധനം തെറ്റാണോ ശരിയാണോ ആ പറഞ്ഞ മൗലിദ് കീറിക്കളയാൻ പാടില്ല. മൗലിദുകൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഉദ്ധരിച്ചിട്ടുള്ള മൗലിദുകൾ പൂർണ്ണമായും ശരിയാണ്. അല്ലാത്ത മൗലിദുകൾ നമ്മൾ സാധാരണ വീടുകളിൽ ഉപയോഗിക്കാറുള്ളതോ ഓതാറുള്ളതോ അല്ല. അത് പരിശോധിച്ചതിന് ശേഷമേ അതിൽ വല്ലതും കടത്തി കൂട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. മറ്റൊന്ന്, വല്യമ്മ ഓതിയതാണെന്ന് പറഞ്ഞു, വല്യമ്മ അതിലുള്ള മുഴുവനും കൂടി ഓതിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയുകയുമില്ല. അപ്പൊ സുഹൃത്തുക്കളെ, എന്താ സംഭവിച്ച? മണിക്കൂറുകൾ നീണ്ട ഒരുപാട് ക്ലിപ്പിടാണ്ട്, സമയമില്ലാത്തത് കൊണ്ടും വേറെ കുറെ വിഷയങ്ങളുണ്ടാ. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, 90 വയസ്സായി എന്റെ വല്യമ്മ ഓതുന്നതാണ് ഈ സാധനം, ഇതിലിപ്പോ തെറ്റുണ്ട് ഞങ്ങൾ പറഞ്ഞത്, ഇത് ഞാൻ പെരയെ കൊണ്ടുവച്ച നീ ഓതൂലേ, അപ്പൊ ഉസ്താദ് അത് കീറിക്കളയണം, എന്താ നിങ്ങൾ പറയണത്, ഏതാ തെറ്റ് പറയാൻ സാധിക്കുന്നില്ല. അപ്പൊ നാളിതുവരെ മുസ്ലിമീങ്ങളെ കൊണ്ട് ഇത് പുണ്യമാണെന്ന് കരുതി, മുഴുവൻ സത്യസമ്പൂർണമാണെന്ന് പറഞ്ഞ്, മൗലിദ് കിതാബ് തെറ്റാണെന്ന് പറഞ്ഞ, ഖുർആനും തെറ്റാണെന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ കൊണ്ട് ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും ചെയ്ത് പുണ്യ കിതാബ് എന്ന നിലയിൽ കൊണ്ടു നടന്ന ആളുകൾ ഒരു ചർച്ചയ്ക്ക് വേണ്ടി മുജാഹിദുകളുടെ മുമ്പിൽ വന്നപ്പോ വാദം പറയാൻ നേരത്ത് അവര് പറയാണ് ഏതൊക്കെ തെറ്റ് ഏതൊക്കെ ശരി എന്ന് പറയാൻ കഴിയില്ല. ആ മൗലിദ് കിതാബിൽ ഏതൊക്കെ ഓതണമെന്ന് പരിശോധിച്ചിട്ട് വേണം. എത്ര കൊല്ലായികൾ പരിശോധിക്കണു? നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് ചെയ്തൂടെ? എത്ര സക്കാഫികളുണ്ട്? ഒരു സക്കാഫിനെ ഒരു മൗലിദ് ഏൽപ്പിച്ചാ പോരെ? ആയിരക്കണക്കിന് സക്കാഫികളില്ലേ? ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെപ്പാട് ശുദ്ധീകരിച്ചിട്ട് ഇറക്കാൻ കഴിയൂലേ? അപ്പൊ വാസ്തവത്താന്തരം നിക്കക്കള്ളി ഇല്ലാതായിട്ടുണ്ട്. എങ്ങനെ മഹാന്മാരുടെ മധുഹുകൾ ഗദ്യമായോ പദ്യമായോ ഗദ്യപദ്യ സമ്മിശ്രമായോ ചൊല്ലിക്കുന്നു തെറ്റല്ല എന്ന് പറഞ്ഞിട്ട് ആളുകളെ കൊണ്ട് പലതും ചൊല്ലിച്ചു. ഓരോരുത്തരും മരിച്ചാലും ഈക്കെ മരിച്ചു, ഈക്കേന്റെ പേരിൽ ഒരു മൗലൂദും ഈക്കേന്റെ പേരിൽ ഒരു മാലയും. അങ്ങനെ കണ്ണിയത്ത് മരിച്ചു, കണ്ണിയത്തിന്റെ പേരിൽ മൗലൂദും കണ്ണിയത്തിന്റെ പേരിൽ ഒരു മാല. ഇങ്ങനെ കൊല്ലവും മരിക്കണോലെ പേരിലൊക്കെ മാലയും മൗലൂദും ഉണ്ടാക്കിയ തലയണ വലുപ്പത്തിലായിട്ടുണ്ട് ഇപ്പോ. പക്ഷേ ഇപ്പൊ അത് സംസ്കരിക്കാൻ നോക്കുമ്പോ ഒന്നുമില്ല. എന്നിട്ട് അവസാനം എന്താ ഉണ്ടായതെന്ന് അറിയോ? മുസ്ലിം ഐക്യവേദിക്കാരായ സുന്നി പ്രവർത്തകർ പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾ സംവാദം സംഘടിപ്പിക്കുന്നില്ല. കാരണം ഏത് വകെടുത്താലും നിങ്ങൾ പറയുന്നത് വ്യാജപ്പതിപ്പാന്ന്. 66 വകെടുത്ത അതും വ്യാജം, 155 വകെടുത്ത അതും വ്യാജം, 333 എടുത്ത അതും വ്യാജം. അതുകൊണ്ട് സംവാദം തന്നെ വേണ്ടെന്ന് വെച്ചു. അതാണ് വല്ലപ്പുഴയിൽ സംഭവിച്ചത്. സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞെന്താരോ, ഇതൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇടതടവില്ലാത്ത പ്രബോധനത്തിന്റെ ഫലമായി കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഉൾക്കൊണ്ടതാണ്. മുസ്ലിയാക്കന്മാർക്ക് തടഞ്ഞു നിർത്താൻ കഴിയാത്തൊരു മുന്നേറ്റം ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് എല്ലാ രംഗത്തും മാറ്റമുണ്ടായി. യത്തീംഖാനെ എതിർത്തവർ യത്തീംഖാന ഉണ്ടാക്കി, യത്തീംഖാനെ കൊണ്ട് മത്സരിക്കുക. മദ്രസ എതിർത്തവർ അത് ജഹന്നമിന്റെ മീമാണെന്ന് പറഞ്ഞവർ മാറ്റമുണ്ടായി. മലയാളം ആര്യഭാഷയാണ് പഠിക്കാൻ പാടില്ലെന്ന് പറഞ്ഞവർ, ഇംഗ്ലീഷ് നരകഭാഷയാണ് നമുക്ക് പറ്റില്ലെന്ന് പറഞ്ഞവർ,
മാറ്റങ്ങളുണ്ടായി, ഒരുപാട് മാറ്റമുണ്ടായി. എന്തിനധികം തൗഹീദിന്റെ കാര്യത്തിൽ വരെ വാദപ്രതിവാദങ്ങളിൽ വ്യവസ്ഥ എഴുതുമ്പോ മൊയ്യദ്ദീൻ ശൈഖേ രക്ഷിക്കണേ, ബദരികളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ചുള്ള പ്രാർത്ഥന ശിർക്കാകുന്നു എന്ന് മുജാഹിദുകൾ പറയുമ്പോ അത് ജായിസാകുന്നു എന്നാണ് പണ്ടൊക്കെ സമസ്തക്കാർ എഴുതിയിരുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും വാദപ്രതിവാദത്തിൽ ചോദിക്കും, അല്ല മുസ്ലിയാര്, ഈ വെറും ഒരു ജായിസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ചെയ്താ പ്രത്യേകിച്ച് പുണ്യമല്ല, ചെയ്തില്ല എന്ന് വിചാരിച്ച് പ്രത്യേക ദോഷമല്ല. അപ്പൊ ഒരു മുജാഹിദ് മരിച്ചു, അള്ളാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച മുജാഹിദ്. അപ്പുറത്തോന്റെ അയലോക്കക്കാരനായ സുന്നി അള്ളാനെയും വിളിക്കും, അമൃത തങ്ങളെയും വിളിക്കും, അള്ളാനെയും വിളിക്കും, ബദരീങ്ങളെയും വിളിക്കും. ഇവര് രണ്ടാളും മരിച്ചാൽ ഒരുപോലെയാണ്. ഇയാൾ മൊയ്യദ്ദീൻ ശൈഖിനെ വിളിച്ചതിന് പ്രത്യേക കൂലിയില്ല, മറ്റേ വിളിക്കാത്തതിന് പ്രത്യേക ദോഷമല്ല. ഇതാണ് ജായിസിന്റെ അർത്ഥം. ഇങ്ങനത്തെ ഒരു സംഗതിയാണെങ്കിൽ എന്തിനാ നമ്മൾ സമുദായത്തെ തമ്മിൽ തല്ലിക്കണത്? എന്തിനാ നമ്മൾ വാദപ്രതിവാദം ഖണ്ഡന മണ്ഡലവും നടത്തുന്നത് എന്ന് വാദപ്രതിവാദങ്ങളിൽ നമ്മൾ ചോദിക്കാറുണ്ട്. ആ ചോദ്യം സമസ്തയിലെ സാധാരണക്കാർ ചോദിക്കാൻ തുടങ്ങി. വെറും ജായിസ് അല്ല ഉസ്താദ്, എന്തിനാത്? അപ്പൊ എന്താക്കിയരോ, ജായിസിന്റെ കൂടെ ഒരു ഫലപ്രദവും കൂടി കൂട്ടി. അള്ളാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് സാധാരണ ലോക്കൽ KSRTC പോണ മാതിരിയാണ്, എത്തി. അള്ളാനെ ഔലിയാക്കന്മാരെയും കൂടി വിളിച്ചാലോ അത് നല്ല ബെൻസ് കാർ പോണ മാതിരി കൂടുതൽ ഫലപ്രദമാണ്. ആരാ പറഞ്ഞത്? ഈ സമസ്തയുടെ പ്രധാനപ്പെട്ട വാഗ്മിയും വലിയ ദുർവ്യാഖ്യാന വീരനുമായ അമ്പലക്കടവ് ഫൈസി. കേട്ടോളൂ, അദ്ദേഹത്തോട് ചോദിക്കാണ്, ഇസ്തിഗാസയുടെ ഹുക്കം എന്താണ് എന്നൊന്ന് പറഞ്ഞു തരണം ഉസ്താദ്. അവരിറക്കിയ സീഡിയാ, ഞങ്ങളിറക്കിയ സീഡിയല്ല. ചോദ്യം, ഇസ്തിഗാസയുടെ ശർഈയായ ഹുക്കം എന്താണ്? ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്. ഇസ്തിഗാസയെക്കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ചു വരുന്ന നിലപാടും സമസ്ത കേരള ജമിയത്തുള്ള വിശദീകരണവും ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയ ഹുക്കുമാണ്, അനുവദിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞത്. അപ്പോൾ തഹീറിനെ തേടിയാൽ, ഖിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഇബാഹത്ത് വരുന്നത്. അപ്പോൾ തഹീറിനെ തേടുമ്പോൾ, തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കല്ല. ഇത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പോൾ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ വരുന്ന ഉസ്താദിൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ പ്രതിഫലം ഉണ്ടോ? അപ്പോൾ അദ്ദേഹം പറയുന്നത്, അനുവദനീയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തഹീറാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ തന്നെയാണ് അതിൻ്റെ വിധി, ഒരു സംശയവുമല്ല. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കണം. പ്രതിഫലം, ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്നതിൽ അനുവദിക്കപ്പെട്ടത് എന്നതിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല എന്നാ പറഞ്ഞത്. അതെ, അവിടെയാണ് സംശയം, അവിടേക്ക് വരണം. അപ്പോൾ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അപ്പോൾ ഒരു വെറും പ്രവർത്തനമല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത്, ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറയിൽ അനുവദിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിൻ്റെ വിധി എന്താണ്? അനുവദനീയമാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ അതും അനുവദനീയമാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. ഇവരാണ് പറയുന്നത് ഞങ്ങളെ തൗഹീദ് അചഞ്ചലമാണ്, നിങ്ങളെ ശിർക്ക് അചഞ്ചലമാണ് എന്ന് പറഞ്ഞോളൂ. നിങ്ങളെ തൗഹീദ് അചഞ്ചലമാണെന്ന് പറയാൻ നിങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല. ഞങ്ങളെക്കുറിച്ച് ഇക്കാലം അത്രയും പറഞ്ഞെന്താണെന്നറിയോ? ഞങ്ങൾ മുസ്ലിം സമുദായത്തിലെ ശിർക്ക് അത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാണിച്ചപ്പോ ഖബറിങ്ങ സുജൂദ് ചെയ്യുന്നു, ഖബറിങ്ങ പോയി ഖബറാളിയോട് പ്രാർത്ഥിക്കുന്നു, മരിച്ചവരെ നേർച്ച വഴിപാടുകൾ നടത്തുന്നു, റസൂലുള്ളാഹിനെ വിളിച്ച് യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, തങ്ങളെ, മദീനത്ത് കിടക്കുന്ന തങ്ങളെ എന്ന് വിളിച്ചു തേടുന്നു. സാധുക്കളാണ് തങ്ങള്, ഞങ്ങളെ സദസ് കാണുന്നല്ല തങ്ങള്, ഞങ്ങളെ അവസ്ഥ കാണുന്നല്ല തങ്ങള്, ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്നു തങ്ങള്, ടിക്കറ്റ് കൊടുത്ത തങ്ങള്, മൃഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, മൃഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, തങ്ങള്, അവരുടെ തങ്ങള്, അവിടത്തേക്ക് വേണ്ടിയാണ് ലോകത്തെ അല്ലാഹു പടച്ച തങ്ങള്.
സാധുക്കളാണ് തങ്ങളെ, നിങ്ങളെ കൈവടിയല്ല തങ്ങളെ, അവികളാണ് തങ്ങളെ, ദോഷികളാണ് തങ്ങളെ, രക്ഷപ്പെടുത്തണ തങ്ങളെ. ഇതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണ്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. പറയുക നബിയേ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവനോട് കൂടെ ഞാൻ ആരെയും പങ്കു ചേർക്കുന്നതല്ല എന്ന് പ്രഖ്യാപിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു. ആ ആയത്തിനെതിരാണിത്. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, അല്ലാഹുവോടൊപ്പം നിങ്ങൾ ആരും വിളിച്ച് പ്രാർത്ഥിക്കരുത്. പണ്ടത്തെ അരമുസ്ലിയാക്കന്മാര് പറഞ്ഞിരുന്നു, ബിന്ദൂണില്ല ബിന്ദൂണില്ല, അള്ളാനെ വിട്ടിട്ട് എന്നല്ല, ഞങ്ങൾ വിട്ടിട്ടില്ലല്ലോ, വിടണമെന്നില്ല. അള്ളാനെയും വിളിക്കുക, അതുപോലെ തന്നെ ബദരീങ്ങളെയും വിളിക്കുക, അള്ളാനെയും വിളിക്കുക, മൊയ്തീൻ ശേഖിനെയും വിളിക്കുക. ഇത് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഇത് തനിച്ച ശിർക്കാണ്. ഇതുകൊണ്ട് നിങ്ങൾ അമലുകളൊക്കെ നഷ്ടപ്പെട്ടു പോകും. നാളെ പരലോകത്ത് നിങ്ങൾക്ക് സ്വർഗം ഹറാമാണ്. ഈ ശിർക്കോടെ മരിച്ചാൽ നിങ്ങൾക്ക് നരകം ഉറപ്പാണ്. നിങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് പോലും കിട്ടുകയില്ലെന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ ഞങ്ങളെ കുറിച്ച് അവർ പറഞ്ഞെന്താറിയോ, മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നു. വാസ്തവത്തിൽ നമ്മൾ മുശ്രിക്കാക്കിയിട്ടുണ്ടോ? ശിർക്ക് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കല്ലാതെ മുസ്ലിമീങ്ങൾ ഓരോരുത്തരും മുശ്രിക്കാകാൻ വേണ്ടി വല്ലതും പ്രേരണ ഞങ്ങൾ നൽകിയിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞത് ഒരിക്കലും മുസ്ലിമീങ്ങളെ നിങ്ങൾ ഇത് ചെയ്യരുത്, ചെയ്താൽ ശിർക്കാണ്, കുറ്റമാണ് എന്നാ ഞങ്ങൾ പറഞ്ഞത്. നേരെ മറിച്ച് ചെയ്താൽ കുഴപ്പമില്ല, അതിന് ആയത്ത് തെളിവുണ്ട്, ഹദീസ് തെളിവുണ്ട്, ഇന്ന സൂഫിന്റെ കഥ തെളിവുണ്ട് എന്ന് പറഞ്ഞവരാണ് വാസ്തവത്തിൽ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കിയത്. ഞങ്ങളെ കുറിച്ച് പറഞ്ഞ് ഞങ്ങളെ മുശ്രിക്കാക്കിയിട്ട് പോട്ട് അവസാനം എന്തായോ, ഏപ്പിക്കാരെ നേതാവ് ഉള്ളാൾ തങ്ങള് ഈ അബൂബക്കർ മുസ്ലിയാർ എന്ന തന്റെ ഉസ്താദിനെ കാഫിറാക്കി. ഉള്ളാൾ തങ്ങള് അയാൾ എന്നിട്ടത് അവസാനം മടവൂർ ഔലിയന്റെ പേരിൽ വെച്ച് കെട്ടുകയും ചെയ്തു. ആ ഉള്ളാളെന്ന് കാണിച്ചു കൊടുക്കും. ഞാന് അവിടെ എപ്പോഴും പോണ ആളൊന്നുമല്ല. ഈ ഔലിയാക്കന്മാരെ പിന്നാലെ പോയാൽ പണിയൊന്നും ഇരിക്കില്ല. വളരെ ബുദ്ധിമുട്ടിയാൽ ചിലപ്പോൾ അങ്ങനെ ഒരാളുണ്ടെന്ന് കേട്ടാൽ ഞാനൊന്നും പോകില്ല. ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോൾ ഈ മൂപ്പരോട് എന്നെ പോയിട്ട് പറയാം. അപ്പോഴാണ് എന്നെ പിളിപ്പിച്ച് വാത് തുറന്നെത്തിയെന്ന് ഒരാളോടും ഉണ്ടാത്തക്കാരാ. സലാം ചൊല്ലി സലാം വിളിക്കും. സലാം വിളിക്കിയതിന് ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കാര്യമൊക്കെ ആയിപ്പോയില്ലേ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അന്താരൽ ഹക്ക്, നിങ്ങൾ ഹക്കിൻ്റെ മേൽ അടിയുറച്ചു നിന്നോളൂ. അപ്പറം നമ്മൾ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കിൻ്റെ മേൽ അടിയുറച്ചു നിന്നോളണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറ, മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. പക്ഷെ കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അതെനിക്കും അറിയാം. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാളത്തെ ഞാൻ ഒഴുകിപ്പോകുമെന്ന് വിചാരിച്ചെല്ലാവരും. പ്രസിഡന്റിനോ അവർക്ക് വല്ല കത്തും കൊത്തൊക്കെ വന്നു. പറഞ്ഞവനൊക്കെ ഇവിടെ പോയി. കണ്ടോ, സ്വന്തം ഉസ്താദ് ഇ കെ അബൂബക്കർ മുസ്ലിയാരെ കാഫിറാക്കി. ഇങ്ങനെ ഉള്ളാൾ തങ്ങൾ ഇ കെനെ കാഫിറാക്കിയത് ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുള്ള സുന്നത്ത് ജമാഅത്തിന്റെ വലിയ നേതാവിനെ കാഫിറാക്കി എന്ന് പറഞ്ഞ ഭയങ്കര ബഹളം. അപ്പോഴെ ന്യായീകരിച്ച് പ്രസംഗിച്ചതാ, ഞാൻ പറഞ്ഞതല്ല. ഞാൻ മടവൂർ ഔലിയന്റെ അടുത്ത് പോയി. സാധാരണ ഞാൻ പോണ ആളെന്നല്ല, ഔലിയാക്കന്മാരെ പിള്ളേർക്കുന്ന പണി എനിക്കില്ല. നമ്മളിടയിൽ കുഴപ്പമൊക്കെ ഉണ്ടായപ്പോ ഞാൻ പോയപ്പോ അപ്പനോട് ആരോടും മിണ്ടാതെ വാതിലടച്ചിരിക്കുന്ന സമയം അയാൾക്ക് മാനസിക രോഗിയായിരുന്നു. അള്ളാഹു ഓരോരുത്തർക്കും ഒരു രോഗം കൊടുക്കുമല്ലോ. മാനസിക രോഗികളെ കൊണ്ട് ചികിത്സിക്കല്ല, അവരെ ഔലിയാന്നും പറഞ്ഞാണ്ട് അവർ കാട്ടിനൊക്കെ കറാമത്താന്ന് പറഞ്ഞ് നടക്കല ഈ കൗമിന്റെ പണിയെന്ന്. സമസ്തക്കാരെടുത്തത് ഏപ്പിയാലും ഈക്കായാലും ആനയായാലും ടൈഗറായാലും എല്ലാവർക്കും ഔലിയ ആകണമെങ്കിൽ ഒരപ്പിരി ലൂസ് വേണം, മുഴുപ്പിരിലോൻ എടുക്കൂല. അങ്ങനല്ല ഈ മടവൂരിന്റെ അടുത്ത് ചെന്നപ്പോ മടവൂര് പറഞ്ഞതാണ് കഫറാൻ. കഫറക്ക് പല അർത്ഥമുണ്ട്. കൃഷിക്കാരൻ വിത്ത് മണ്ണിൽ വെച്ച് വെക്കുന്നോണ്ട് മറച്ചു വെക്കുന്നോണ്ട് കൃഷിക്കാരനെ പറ്റി കാഫറെന്ന് ഖുർആനും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്കും അറിയാം. പക്ഷെ ആ നിലക്കൊന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഈ കെ കാഫറായി എന്നാണ്. അന്താലൽ ഹക്ക്, നീ സത്യത്തിന്റെ മേൽ ഉറച്ചുന്നോ, അപ്പുറത്തുള്ളത് എന്റെ ഉസ്താദല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ കഫറാന്ന് പറഞ്ഞേ. നോക്കണം നിങ്ങള്, വമ്പിച്ച കോളിളക്കമുണ്ടായി. എന്നിട്ട് ഇയാൾ പറയാണ്, എന്തേ നിങ്ങൾ കോളിളക്കം ഉണ്ടാക്കിയിട്ട് കൊത്തും മറ്റൊക്കെ നിങ്ങൾ അയച്ചില്ലേ ഉള്ളാളത്തേക്ക്, എന്നിട്ട് എന്തേ ഞാൻ ഒഴുകിപ്പോയോ എന്നാ ചോദിക്കുന്നത്.
അപ്പൊ സ്വന്തം ഉസ്താദിനെ കാഫിറാക്കുന്ന ഇവരാണ് ഞങ്ങൾ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നു എന്ന്. ഞങ്ങൾ പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും. ഞങ്ങൾ പറഞ്ഞ എന്താണെന്നറിയോ? കുഫറും ശിർക്കും ആര് പ്രവർത്തിച്ചാലും അത് കുഫറും ശിർക്കും തന്നെയാണ്. ഇത് ഞങ്ങൾ പഠിപ്പിക്കാ ചെയ്തത്. ശിർക്കിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി ശിർക്കിന്റെ ഗൗരവം മുസ്ലിമീങ്ങളെ പഠിപ്പിക്കാണ് ഞങ്ങൾ ചെയ്തത്. ഇനി നിങ്ങൾ നോക്ക്, ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ആരോപണത്തെ നാം നേരിടുക തന്നെ വേണം, അവരുടെ ഹദീസ് നിഷേധം നാം ജനമധ്യത്തിൽ തുറന്നു കാട്ടുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രംഗത്ത് വരികയാണ് ചെയ്തത്. എന്നിട്ടിപ്പോ പന്നൂര് പറയാ ജിന്നു വിവാദം കൊണ്ടുവന്ന് ജിന്നുകളെ കുറിച്ചുള്ള ചർച്ച, ശൈത്താനെ കുറിച്ചുള്ള ചർച്ച മുഖ്യ പ്രബോധന വിഷയമാക്കിയത് സക്കരിയ സലാഹിയാണെന്ന് യാതൊരു തെളിവുമില്ലാതെ തട്ടിവിടുകയാണ്. മനസ്സാക്ഷിക്കെതിരായി സംസാരിക്കുകയാണ്. പാർട്ടിക്ക് വേണ്ടി കളവ് പറയുകയാണ്. ജിന്നു വിവാദം ഉണ്ടാക്കിയത് മടവൂരികൾ പറഞ്ഞപ്പോൾ ഇത് ഖുറാഫാത്താണ്, ഇത് ശിർക്കാണെന്ന് പറഞ്ഞപ്പോൾ അല്ല, ഇത് ഖുറാഫാത്ത് അല്ല, അത് പ്രമാണങ്ങളിൽ ഉള്ളതാണ് എന്ന് തെളിയിച്ചു കൊടുക്കുക മാത്രമാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. 2007 ഏപ്രിൽ മാസത്തിൽ സെൻസിംഗ് എന്ന തീവ്ര ഖുബൂരി മാസിക, ഏപ്പിക്കാര മാസികയിൽ അബ്ദുസ്സലാം സുല്ലമിയുടെ അഭിമുഖമുണ്ട്. അതിന് ഹെഡിങ് എന്താണെന്നറിയോ? മൗലവി വിഭാഗം മുശ്രിക്കുകൾ. ആരാ മൗലവി വിഭാഗം? AP അബ്ദുൽ ഖാദർ മൗലവി അനുകൂലിക്കുന്ന KNM മുശ്രിക്കുകളാണ്. ഇന്ന് ഞാനും എന്നെ പോലുള്ള പ്രബോധകരും നേരിടുന്ന ഈ ആരോപണം അന്ന് സംഘടന മൊത്തത്തിൽ നേരിട്ടതാണ്. എന്തേ പറഞ്ഞത്? പറഞ്ഞത് ശരി തന്നെയാണെന്നാണോ? അബ്ദുസ്സലാം സുല്ലമി KNM ശിർക്കിലേക്ക് പോയി എന്നാ പറഞ്ഞത്. കാരണം സിഹിർ ബലിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അഭൗതികമായ മാർഗത്തെ അല്ലാത്തവർക്ക് ഉപദ്രവിക്കാൻ കഴിയുന്നുവെന്നില്ലേ? ജ്യോത്സ്യന്മാരെ ശൈത്താൻ സഹായിക്കുമെന്ന് പറയുന്നു. അപ്പോൾ അഭൗതികമായ മാർഗത്തിൽ ശൈത്താൻ സഹായിക്കുന്നുവെന്നില്ലേ? അപ്പൊ തൗഹീദിന് വിരുദ്ധമായ വിശ്വാസമായി, അതുകൊണ്ട് ശിർക്കൻ വിശ്വാസമായി. സിഹിർ വലിക്കുമെന്ന് പണ്ടും വിശ്വസിച്ചിട്ടുണ്ട്. KM മൗലവി മുതൽക്കുള്ളവരൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. ജ്യോത്സ്യന്മാരെ പിശാച് സഹായിക്കുമെന്ന് അമാനി മൗലവിയും എല്ലാ മുജാഹിദ് പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അന്നൊന്നും പൊളിയാത്ത തൗഹീദ് 2006 ഇയാൾ കൊണ്ടുവന്ന പുതിയ തൗഹീദ് അനുസരിച്ച് പൊളിഞ്ഞു എന്നാ പറഞ്ഞത്. ഇല്ല, ഞങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞു. അതേ മാസം 2007 ഏപ്രിലെ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ഒരു ലേഖനം, ആ ലേഖനത്തിൽ അമ്പലക്കടവ് ഫൈസിക്ക് മറുപടി കൊടുത്തുകൊണ്ട് മൗലവി എഴുതിയൊരു വാചകം, അതിൽ കയറി പിടിച്ചുകൊണ്ട് ഇതാ നിങ്ങൾ ശിർക്കിലേക്ക് പോയി എന്ന് മടവൂരികൾ ആക്രോശിച്ചു. മടവൂരികളെ സംബന്ധിച്ചിടത്തോളം സംഘടനയിൽ നിന്ന് പുറത്തു പോയപ്പോൾ അണികളെ പിടിച്ചു നിർത്താൻ അവർ കണ്ടെത്തിയൊരു മുറിവൈദ്യമായിരുന്നു യഥാർത്ഥത്തിൽ ജിന്നും സിഹ്റും. കാരണം പുറത്തു പോയപ്പോ പറഞ്ഞു 80% ഞങ്ങളുടെ കൂടെ, പുറത്തിറങ്ങിയപ്പോ മനസ്സിലായി 8% പോലും ഇല്ല. അപ്പൊ പിന്നെ അണികളെ പിടിച്ചു നിർത്തണമല്ലോ, അതിന് കണ്ടുപിടിച്ച മുറിവൈദ്യമാണ് ജിന്നും സിഹ്റും ഊതി വീർപ്പിച്ചു. പൊതുവെ ആളുകൾക്ക് അജ്ഞതയുള്ള ഒരു വിഷയം എന്ന നിലക്ക് മുതലെടുപ്പിന് നല്ല സൗകര്യവുമായി. അതാണ് വാസ്തവം. ഞങ്ങളല്ല കൊണ്ടുവന്നത്, നിങ്ങൾ കളവാണ് പറയുന്നത്. നിങ്ങൾ നോക്കൂ, 2007 ഏപ്രിൽ മാസം അബ്ദുൽ ജബ്ബാറിന്റെ ലേഖനം വന്നപ്പോ അലിമദനി പറയുന്നത് കേട്ടോളൂ. എന്നിട്ട് ചോദ്യം, ആരാ പോയത്തക്കാരെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് ആരാ പറഞ്ഞത്? ഇസ്ലാഹ് 2007 ഏപ്രിൽ മാസം. ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എഴുതിയത് എന്താ? ഒരാൾ വിജനമായ സ്ഥലത്ത് വെച്ച് എത്തിപ്പെട്ടാൽ ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിക്കാം. പച്ചക്കള്ളം. ഈ ശബ്ദം കേൾക്കുന്ന മടവൂരികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇസ്ലാഹുമായി ധൈര്യമായി കടന്നു വരാം. അതിലങ്ങനെ ഒരു വാചകമുണ്ടോ? ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിക്കാം എന്നതിലുണ്ടോ? ഇല്ല. അതിലുള്ള എന്താ? അങ്ങനെ ഒരാൾ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ, അയാൾ പരിസരത്ത് ആരെയും കാണുന്നതിന് ഒരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാമെന്ന് കരുതി ഒരു വെളിച്ചം തരാമോ എന്ന് ചോദിച്ചാൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതട്ടം അതിലില്ല. അതുപോലെ വിജനമായ മരുഭൂമിയിൽ ഒരാൾ പകൽ വെളിച്ചത്തിന് നടന്നു നീങ്ങുമ്പോ ആരെയും കാണുന്നില്ല. അപ്പൊ അയാൾ വിളിച്ചു പറയാണ്, യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാന്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കണേ. അവിടെ മലക്കോ ജിന്നോ മനുഷ്യൻ ആരാണെങ്കിൽ കേൾക്കട്ടെ എന്ന് ചോദിച്ചൊരു വിളിച്ചാൽ അത് പ്രാർത്ഥനയല്ല, അഭൗതികമായ സഹായതട്ടം അതിലില്ല. ഇത് അമ്പലക്കടവിനുള്ള മറുപടിയാണ്. അമ്പലക്കടവിന്റെ വാദം ജിന്നും മലക്കും അഭൗതിക സൃഷ്ടികളാണ്. അഭൗതിക ശക്തികളെ സ്വാധീനത്തിൽ വിശ്വസിക്കുന്നില്ലേ നിങ്ങൾ? അപ്പൊ പിന്നെ മഹാന്മാർക്ക് അഭൗതിക ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് എന്താ തടസ്സം? അപ്പൊ നമ്മൾ മറുപടി കൊടുത്തു, ഇല്ല, ജിന്നും മലക്കും നിങ്ങൾ പറഞ്ഞതുപോലെ അഭൗതിക കഴിവുള്ളവരല്ല. അഭൗതിക കഴിവ് അല്ലാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അഭൗതികമായ സഹായതട്ടം അവരോട് നടത്താൻ ഇവിടെ തെളിവില്ല. ഹാജറ ബീവി എന്താ ഉണ്ടായത്? സഫാ മറുവക്കടയിലൂടെ ഓടി, സഫയിൽ കയറി, മറുവയിൽ കയറി, ആരെയും കണ്ടില്ല. 7 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവസാനം ഒരു ശബ്ദം കേട്ടു. അപ്പൊ പറഞ്ഞു, അഗീസ്, നീ എന്നെ സഹായിക്കുമോ? ആളെ കാണുന്നില്ല, ശബ്ദത്തോടായിട്ട് പറയുകയാണ്.
അതാണ് ഒന്നാമത്തെ വാചകത്തിന്റെ പശ്ചാത്തലം. രണ്ടാമത്തേത് വിജനമായ മരുഭൂമിയിൽ ഒറ്റപ്പെടുമ്പോ യാ ഇബാദല്ലാഹ് എന്ന് വിളിക്കുന്ന ഹദീസിന്റെ പശ്ചാത്തലവും. മുജാഹിദുകൾ പണ്ട് അംഗീകരിച്ചൊരു തത്വമുണ്ട്, എപ്പോഴാണ് ഒരു വിളി ശിർക്കായി മാറുക. ഇപ്പൊ അബ്ദുറഹ്മാൻ സലഫിയും കൂട്ടരും പറഞ്ഞ എല്ലാ വിളിയും ശിർക്കാണെന്നാ. പണ്ടേ ഹുറാബികൾ ചോദിക്കലുണ്ട്, എല്ലാ വിളിയും ശിർക്കാണോ? നമ്മൾ പറയും എല്ലാ വിളിയും ശിർക്കാവൂല. ഭാര്യയോട് ഇത്തിരി കഞ്ഞി തരൂ എന്ന് പറഞ്ഞാൽ ശിർക്കല്ല. ചെരുപ്പുത്തിയോട് ചെരുപ്പ് നന്നായി തരൂ എന്ന് പറഞ്ഞാൽ ശിർക്കല്ല. കാരണം അതിലൊന്നും പ്രാർത്ഥന ഇല്ല, ദുആ അല്ല. എപ്പോഴാണ് ഒരു വിളി ദുആ ആവുക, എപ്പോഴാണ് ആകാതിരിക്കുക? പണ്ടേ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് ഒരു മാറ്റവും ഇപ്പോഴും വന്നിട്ടില്ല. എന്നിട്ട് സുഹൃത്തുക്കളെ, 2007 എഴുതിയപ്പോ അനസ് മുസ്ലിയാർ തിരുത്താൻ പോയത്രേ. തിരുത്താൻ പോയിട്ട് എന്താണ്ടായത്, മൂപ്പര് തിരിഞ്ഞു. ജബ്ബാർ മൗലിക്ക് തിരുത്തി കൊടുക്കാൻ പോയ ആൾക്ക് ജബ്ബാർ മൗലി പറഞ്ഞു കൊടുത്തു, കുട്ടിയെ അതിന് ശിർക്കില്ല. അങ്ങനെ മൂപ്പരെ ന്യായീകരിച്ചു. 2007 കഴിഞ്ഞു, 2008 കഴിഞ്ഞു, 2009 കഴിഞ്ഞു. 2010 വാഴക്കാടിന്റെ മണ്ണിൽ വന്നുകൊണ്ട് ആ ഇസ്ലാഹിൽ എഴുതിയത് ശിർക്കല്ലെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഇപ്പോൾ അത് ശിർക്കാണെന്ന് രണ്ടാമത് മാറ്റി പറയുന്ന അനസ് മുസ്ലിയാർ പറഞ്ഞു. കേട്ടോളൂ, വാഴക്കാട്ടുകാർ കേട്ട പ്രസംഗാണത്. തെളിയിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ തെളിവ് പറയാതിരുന്നത്. പിന്നെന്താ, പിന്നെ ഒരു ഇസ്ലാം മാസിക എങ്ങനെ എടുത്തു കാണിക്കും. 2007 ഏപ്രിൽ പുറത്തിറങ്ങിയ ഇസ്ലാം മാസിക. അതിൽ ജബ്ബാർ മൗലവി, നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ അല്ലാത്തവർ പ്രാർത്ഥിക്കാൻ വേണ്ടി കള്ളനായകൾ പറയുന്ന കള്ളക്കച്ചവടക്കാരല്ല നമ്മുടെ നാട്ടില്, അവര് പറയുന്ന ദുർന്യായങ്ങൾക്ക് മറുപടി പറയുകയാണ്. ആ മറുപടി പറയുന്നവരിടയിൽ ഒരു വാചകം, ആ വാചകം ഇവർ മുറിച്ചു മാറ്റി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു എന്ത്, അത് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന്. ആ തെറ്റിദ്ധാരണ ചില ആളുകൾ പകർത്താൻ ശ്രമിച്ചപ്പോൾ തന്നെ, പലരും അത് പറയാൻ ശ്രമിച്ചപ്പോൾ തന്നെ കൃത്യമായി ഇത് ഇസ്ലാഹാണ്, 2008 ജനുവരിയിലെ ഇസ്ലാഹ്. അതിൽ ഒരു ചോദ്യം കൃത്യമായി കൊടുത്തു. എന്താ ചോദ്യം? ചോദ്യം മറ്റൊന്നല്ല, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമെന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശം. നാളിതുവരെ ഇസ്ലാഹി പ്രസ്ഥാനം പ്രമാണങ്ങൾ ഉദ്ധരിച്ച് സ്ഥാപിച്ചതും അത് തന്നെയാണ്. എന്നാൽ ഈ ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടി ജന്മം കൊണ്ട ഇസ്ലാഹ് മാസികയിൽ 2007 ഏപ്രിൽ ലക്കത്തിൽ വന്നൊരു ലേഖനത്തില് ചില പരാമർശങ്ങൾ അല്ലാഹുവല്ലാത്തവരെയും വിളിച്ചു പ്രാർത്ഥിക്കാമെന്നതിലേക്ക് മുജാഹിദ് പ്രസ്ഥാനവും എത്തിച്ചേർന്നിരിക്കുന്നു എന്നതിന് തെളിവായി ചില കുബൂരി മടവൂരി പ്രഭാഷകരും ലേഖകരും ഉദ്ധരിക്കുന്നു. പ്രസ്തുത ഉദ്ധരണി ചുവടെ എന്ന് പറഞ്ഞിട്ട് നേരത്തെ വായിച്ച ഉദ്ധരണി എടുത്തു കൊടുക്കാൻ. ഇതിനെക്കുറിച്ച് ഇസ്ലാഹിൽ ഒരു വിശദീകരണം പ്രതീക്ഷിക്കുന്നു ഷമീർ കുറ്റിപ്പുറം. അതിന് കൃത്യമായി പത്രാധിപർ മറുപടിയും പറഞ്ഞു. എന്താ പത്രാധിപർ മറുപടി? ചോദ്യത്തിന്റെ തുടക്കത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ച് ചോദ്യകർത്താവ് പറഞ്ഞ പ്രകാരം പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമെന്ന തത്വമാണ് അന്നും ഇന്നും എന്നും ഇസ്ലാഹി പ്രസ്ഥാനം പ്രദാനം ചെയ്യുന്നത്. അതിൽ യാതൊരു മാറ്റവുമില്ല. എന്നാൽ ചോദ്യകർത്താവ് എടുത്തുദ്ധരിച്ച വാചകങ്ങളിൽ നിന്നും അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന സങ്കല്പം ലേഖകൻ ഉദ്ദേശിച്ചിട്ടേയില്ല. വിജയപ്രദേശത്തു നിന്ന് തന്റെ ശബ്ദം കേൾക്കുന്നത് ആരാകട്ടെ അവരെന്നെ സഹായിക്കട്ടെ എന്ന നിലക്ക് അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ അബൗദ്ധികതയോ ശിർക്കോ ഇല്ല എന്ന് മാത്രമേ ലേഖകൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മദ്യപിച്ചാൽ ശിർക്കാകുകയില്ലെന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ അനുവദനീയമാണെന്ന് ഗവേഷണം നടത്തുന്നത് വിഡ്ഢിത്തമല്ലേ? നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക. കൃത്യമായി 2008 ജനുവരിയിൽ വലിയ അക്ഷരത്തിൽ തന്നെ, കാരണം വെച്ചാൽ കണ്ണ് കാണാത്ത ആളുകളാണല്ലോ കൂടുതലും പടവരുടെ കൂട്ടത്തില്, ഓരോ നന്നായി കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരൽപ്പം വലിയ അക്ഷരത്തിൽ തന്നെ കൊടുത്തു. 2008 കഴിഞ്ഞു, 2009 എന്നാലും പഴയ പല്ലവി ഇങ്ങനെ പാടുക. കണ്ടോ, 2010 വന്നിട്ട് മൂപ്പർ ന്യായീകരിക്കാണ്. മടവൂരികൾക്കൊരു തട്ടും, മടവൂരികൾക്ക് മറുപടി പറയാൻ വന്നതാ. ഇസ്ലാഹിൽ ശിർക്കില്ല, ഇസ്ലാഹ് തിരുത്തിക്കിട്ടുണ്ട് 2008 ജനുവരിയിൽ. അതിൽ പറഞ്ഞിട്ടുണ്ട് ആ വഴിയിൽ പ്രാർത്ഥനയില്ല, ആ വരിയിൽ ശിർക്കില്ല. വ്യക്തമായി പറഞ്ഞു. മദ്യപിച്ചാൽ ശിർക്കാകില്ലെന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ അനുവദനീയമാണെന്ന് ഗവേഷണം ചെയ്യാമോ എന്ന് ചോദിച്ചു. എന്നിട്ടോ മടവൂരികൾ കണ്ണു കാണാത്ത ആളുകളല്ലേ, അതുകൊണ്ട് വെച്ച് വലിയ അക്ഷരത്തിൽ തന്നെ കൊടുത്തു. ഇപ്പൊ ആർക്കാ കണ്ണ് കാണാത്തത്? കണ്ണ് കണ്ടിട്ടും കണ്ണടച്ചിരുട്ടാക്കുന്നത് ആരാണ്? അത് ഈ നാട്ടിലെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ പറഞ്ഞെന്താണെന്നറിയോ? യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസും ഇസ്ലാഹിൽ വന്നതും തമ്മിൽ യാതൊരു ബന്ധവുമല്ല. ആ ഹദീസിന്റെ ആശയത്തിൽ ശിർക്കില്ല എന്ന് സ്ഥാപിച്ചതുകൊണ്ട് ഇസ്ലാഹി ശരിയാകുന്നു വിചാരിക്കേണ്ടതില്ല എന്ന അതേ അനസ് മുസ്ലിയാർ പറയാണ്, യാ ഇബാദല്ലാഹ് എന്ന ഹദീസാണ് ഇസ്ലാഹിൽ ചർച്ച ചെയ്തത്. അയാൾ എന്നെ പറയുന്നത് കേട്ടോളൂ.
നല്ലോണം ശ്രദ്ധിക്കണം, ക്ലിപ്പ് ശ്രദ്ധിക്കണം. ഒരു ഹദീസിന്റെ വിശദീകരണം ഇസ്ലാഹിൽ വന്നതിനെടുത്ത് ദുർവ്യാഖ്യാനിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇവർ മുജാഹിദുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറഞ്ഞു നടന്നത്. അപ്പൊ ഒന്നു മുതൽ നമ്മളൊന്ന് മനസ്സിലാക്കണം. ആദ്യം നമ്മുടെ പേരിൽ ആരോപണ എന്ത്? ജിന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്ത്? യാ ഇബാദല്ലാഹ് എന്ന ഹദീസിനെ വിശദീകരിച്ച് ഒരു മുസ്ലിയാർക്ക് മറുപടി പറഞ്ഞ ആ ഭാഗം എടുത്ത് ദുർവ്യാഖ്യാനിച്ചിട്ടാണ് നമ്മുടെ മേൽ ആരോപണം ഉന്നയിച്ചത്. എന്നാൽ അതേ ചോദ്യത്തിന്റെ ഉത്തരം ചെറിയ മുണ്ടം പറഞ്ഞു, അതുപോലെ തന്നെ വിശദീകരിച്ചു. അത് ശരിയാണ് എന്ന് അലിബദരി പറഞ്ഞു. അങ്ങനെ ജിന്നുകൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോദിക്കാം, തെറ്റില്ല എന്ന് പറഞ്ഞു. അതാണ് ചെറിയ മുണ്ടം പറഞ്ഞത്. തെറ്റില്ല, യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് അദ്ദേഹം സമർത്ഥിച്ചു. വീണ്ടും ശബാബ് ന്യായീകരിച്ചു. ആ മറുപടി ശ്രദ്ധേയമായി എന്ന് പറഞ്ഞു. കണ്ടോ? അപ്പൊ യാ ഇബാദല്ലാഹ് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുസ്ലിയാർക്ക് മറുപടി കൊടുത്തപ്പോ അതാണ് കയറി പിടിച്ചിട്ട് ശിർക്ക് ആരോപണത്തിൽ